ഫെബ്രുവരി 6 ചൊവ്വാഴ്ച. മാർക്കോസ് 7:1-13 വരെ വാക്യങ്ങൾ. പരമ്പരാഗതമായി യഹൂദന്മാർ അപ്പം ഉൾപ്പെടുന്ന ഏതെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുകയും നന്ദി പറയുകയും ചെയ്യും. കൈ കഴുകുന്നത് വെള്ളം എങ്ങനെ ഒഴിക്കണം എന്നതിനെക്കുറിച്ച് ചില ആചാരങ്ങളുണ്ട്. സാധാരണ രീതിയിൽ വലത് കൈയിൽ 2 തവണയും ഇടത് കൈയിൽ 2 തവണയും ഒഴിക്കുക എന്നതാണ്. ഈ പാരമ്പര്യത്തിന് വ്യക്തിപരമായ ശുചിത്വവുമായി ബന്ധമില്ല. ഒരു വ്യക്തിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ പോലും ഈ ചടങ്ങ് നടത്തേണ്ടതുണ്ട്. ഈ നിയമത്തിൻ്റെ ഉത്ഭവം ബൈബിളിൽ കാണാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ യാഗങ്ങൾ അർപ്പിക്കാൻ യാഗപീഠത്തെ സമീപിക്കുന്നതിന് മുമ്പ് അഹറോനും അവൻ്റെ പുത്രന്മാർക്കും കൈ കഴുകാൻ കഴിയത്തക്ക വിധം ഒരു ചെമ്പ് തൊട്ടി ഉണ്ടാക്കാനും അത് യാഗപീഠത്തിൻ്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിക്കാനും മോശയോട് ദൈവം കൽപ്പിച്ചു. പുറപ്പാട് 30-20 ഉപസംഹരിക്കുന്നു. അത് അവർക്ക് എന്നേക്കും ഒരു ചട്ടമായിരിക്കും. കൈ കഴുകുന്നത് അവരെ ആചാരപരമായി ശുദ്ധരാക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ ആവശ്യമായ ആചാര ശുദ്ധീകരണം പാലിച്ചില്ലെന്ന് ഇന്നത്തെ സുവിശേഷത്തിലെ ഫരിസേയർ ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാതിരിക്കുവാനുള്ള ധാർഷ്ട്യം ഉണ്ടായിരുന്നു. യഹൂദരുടെ ആചാര അനുഷ്ഠാനങ്ങളെ മാനിക്കാത്തതിനാൽ യേശുവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും വിമർശിക്കാൻ ഇത് ഫരിസേയർക്ക് മികച്ച അവസരം നൽകി. അവരുടെ ആ ശാസനയ്ക്ക് മറുപടിയായി യേശുനാഥൻ ഇസ്സയാസ് പ്രവാചകനിൽ നിന്നുള്ള ഒരു ഭാഗം ഉദ്ധരിക്കുന്നു. അധരങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും അവർ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയങ്ങൾ ദൈവവുമായി ഐക്യപ്പെടുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്. അവരുടെ ദൈവം ന്യായപ്രമാണമാണ്. അവരിൽ മിക്കവർക്കും നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ നിയമത്തെ മറികടക്കുന്നതായി കാണാം. ഫരിസേയരെ സംബന്ധിച്ചിടത്തോളം നിയമം എല്ലാമായിരുന്നു. നിയമവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആളുകൾ അവരുടെ നന്മ നിസ്സാരമായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നത് ശുചിത്വത്തിന് ആവശ്യമാണ്. എന്നാൽ ശുദ്ധമായ ഹൃദയം അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ രൂപത്തെക്കാൾ നമ്മുടെ ഉദ്ദേശങ്ങളിലാണ് ദൈവത്തിന് കൂടുതൽ താല്പര്യം. അവൻ നമ്മുടെ വാക്കുകളിലേക്കും പ്രവൃത്തികളിലേക്കും നോക്കുകയും അവ സ്നേഹത്തിൻ്റെതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിനുമുപരി സ്നേഹം നിറഞ്ഞൊരു ഹൃദയം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രകടമാകണം. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഏറ്റവും മികച്ചത് എന്താണെന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കാം. നിയമം ആവശ്യപ്പെടുന്നത് പോലെ ചെയ്യുക, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് തോന്നുന്നത് ചെയ്യുക. യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം നിയമത്തെക്കാൾ കൂടുതലാണ്. നിയമം പ്രധാനമല്ല എന്ന് യേശു പറയുന്നില്ല. അത് പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. എന്നിരുന്നാലും സ്നേഹത്തിൻ്റെ നിയമം നമ്മുടെ ഹൃദയത്തിൽ വാഴണം. സ്നേഹത്തിൻ്റെ ഈ നിയമം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നുണ്ടോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR
ഫ്രോം കേരള.